ഹലോ ഗായ്സ്, ഇന്ന് മീനും ഇറച്ചിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. എന്തോ കറി വയ്ക്കുമെന്ന് ഇങ്ങനെ വിഷമിച്ച് സിറ്റോട്ടിരുന്നപ്പോൾ ദാണ്ടട ഒരാൾ സിപ്പപ്പം കൊണ്ടുവരുന്നു. പെട്ടെന്ന് ഇന്ന് വന്നതുകൊണ്ട് എല്ലാം തട്ടിക്കൂട്ടണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സിപ്പപ്പിനുള്ള അടികളാണ് കാണുന്നത്. ഓരോന്നെടുത്ത് എനിക്ക് ഇത്രയെന്ന് കണക്കൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ ഞാൻ വിശക്കെന്ന് പറഞ്ഞ ആൾക്ക് പെട്ടെന്ന് ചമ്മന്തി അരച്ച്, തേങ്ങ വറുത്തരച്ചാണ് ഞാൻ ചമ്മന്തി അരയ്ക്കുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടിയും വറ്റൽമുളകും പുളിയും കൊച്ചുള്ളിയൊക്കെ ഇട്ട് ചെറിയൊരു ചമ്മന്തി, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യക്ക് കുറേ നാളുകൊണ്ട് എൻ്റെ അടുത്ത് കിഴങ്ങ് ഫ്രൈ വേണമെന്ന് പറയും. പക്ഷേ ഞാനങ്ങ് മറന്നു പോകും. ഇന്നത് കയ്യോടെ അതും അങ്ങ് ചെയ്ത്. മുട്ട ചിക്കി പൊരിച്ചതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾ അതിൻ്റെ ആളാണ്. അവൾക്ക് അതാക്കി. പിന്നെ പല തങ്കം മുട്ടകളാണ് ഇവിടെ. ചോറ് ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്. ചോറ് ഊറ്റി വയ്ക്കാൻ എപ്പോഴും ഞാൻ മറക്കും. അവസാന നിമിഷമായിരിക്കും ചോറ് എടുത്താക്കുന്നത്. എനിക്ക് ഈ ചോപ്പർ ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് മുട്ട പൊരിക്കാൻ. എനിക്ക് കൊച്ചതായിട്ട് അരിയാൻ എനിക്ക് എന്തായാലും അറിയത്തില്ല. എനിക്ക് ഇതുകൊണ്ട് ഭയങ്കര ഉപയോഗമാണ്. പെട്ടെന്ന് മുട്ടയൊക്കെ പൊരിച്ച്, മുട്ടകൾ ഇവിടെ പല തങ്കമായതുകൊണ്ട് എല്ലാവർക്കും പല സൈസിലാണ് ഇവിടെ പൊരിക്കേണ്ടത്. പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് എല്ലാം ആക്കിക്കൊണ്ട്, കറികളില്ലെങ്കിൽ എന്താ ഇഷ്ടംപോലെ കറികളായി. ചമ്മന്തിയുണ്ട്, ചോറുണ്ട്, മുട്ട പൊരിച്ചുണ്ട്, തൈരുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്. ഉണക്കമീൻ്റെ ഒരു ചെറിയ കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് മീൻ ഇറച്ചി ഇല്ലാത്ത ദിവസങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യാം. പണ്ട് ഞാൻ സ്കൂളിൽ ഒരുപാട് കൊണ്ടുപോയ ചമ്മന്തിയാണ് ഇത്. എനിക്ക് ഭയങ്കര മൈ ഫേവററ്റ് ചമ്മന്തിയാണ്. ഭയങ്കര നൊസ്റ്റും അടിക്കുന്ന ചമ്മന്തിയാണ് ഇത്. ഞാൻ കൂടെ ഉണ്ടാക്കും ആഗ്രഹം തോന്നുമ്പോൾ. ഇതൊക്കെ കഴിച്ചാൽ പിന്നെ എന്തിനാണ് മീനും ഇറച്ചി, ഇത് തന്നെ മതി. പിന്നെ ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഉള്ളത് കൊണ്ട്